ഇറാൻ കത്തുന്നു. 200-ൽ പരം ഇസ്രായേലി ജെറ്റുകൾ ഇറാനിലെ 100ഓളം ഇടങ്ങളിൽ തീമഴ പെയ്ച്ച് പറന്നകന്നു. ഇറാന്റെ പല പ്രതിരോധ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതാക്കളും ശാസ്ത്രജ്ഞരും വരെ മിസൈലുകൾക്കിരയായി. തുടരാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ അമേരിക്കയും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് എരുതിയിൽ എണ്ണയൊഴിച്ചിരിക്കുന്നു. ഇറാൻ ഏതെങ്കിലും അമേരിക്കൻ ബേസുകളിൽ പ്രത്യാക്രമണം നടത്തിയാൽ ബ്രിട്ടൻ അമേരിക്ക ഇസ്രായേൽ പക്ഷത്ത് അണിചേരും എന്ന് ഉറപ്പായി കഴിഞ്ഞു. 2 വർഷത്തോളമായി നടക്കുന്ന ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മറ്റൊരു വശത്ത് ഉക്രൈനും 2-3 വർഷങ്ങളായി നിന്ന് കത്തുന്നു. ഇവിടെ പാകിസ്ഥാനുമായി ഒരു ചെറു യുദ്ധം ഒന്ന് ഒതുങ്ങിയതേ ഉള്ളൂ, തീർന്നെന്ന് പറയാറായിട്ടില്ല. ലോകം ഒരു 3ാം ലോകമഹായുദ്ധത്തിലേക്ക് അരിച്ചരിച്ചു നീങ്ങുകയാണ് എന്ന് ഏറെക്കുറെ തീർച്ചയായി വരുന്നു. സഹസ്രാബ്ദങ്ങളുടെ മാനവിക ചരിത്രത്തിൽ അനേകം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതുവഴി സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, തകർക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വം ഭരിക്കാനുള്ള അഭിനിവേശം എന്നും മനുഷ്യനെ കൊണ്ട് വാളും തോക്കുമെല്ലാം എടുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ യുദ്ധങ്ങളിൽ നിന്ന് ഇന്ന് ഈ കാണുന്ന യുദ്ധങ്ങൾക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? വിഖ്യാതനായ ഇക്കണോമിസ്റ്റ് ജെഫ്രി സാറ്റ്സ് ഒരിക്കൽ പറയുകയുണ്ടായി, ഓൾ പ്രോബ്ലംസ് ഇൻ ദ വേൾഡ് ഗോ ബാക്ക് ടു ദ ബ്രിട്ടീഷ്. അതെ, ലോകത്ത് നിലവിലുള്ള സകല പ്രതിസന്ധികളുടെയും വേരുകൾ കിടക്കുന്നത് ബ്രിട്ടനിലാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി അവർ എത്തിച്ചേർന്നിടത്തെല്ലാം ഒരിക്കലും അവസാനിക്കാത്ത പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മടങ്ങിയത്. കൃത്യതയ്ക്ക് വേണ്ടി ഈ സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു തിരുത്ത് വരുത്തേണ്ടി വരും. ഓൾ പ്രോബ്ലംസ് ഇൻ ദ വേൾഡ് ഗോ ബാക്ക് ടു ദ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ പോരാ, ബ്രിട്ടീഷ് ഡീപ് സ്റ്റേറ്റ് എന്ന് തന്നെ പറയണം. അതെ, ബ്രിട്ടീഷ് ഡീപ് സ്റ്റേറ്റ് ആണ് ശരിക്കുമുള്ള ഡീപ് സ്റ്റേറ്റ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഈ ബ്രിട്ടനിൽ നിന്ന് പുത്തൻ തട്ടകത്തിലേക്ക് കളം മാറിയവരാണ്. വിഷയത്തിലേക്ക് വരാം. ഇസ്രായേൽ ഇറാൻ സംഘർഷം 2 പെർസ്പെക്റ്റീവിൽ നമുക്കിതിനെ നോക്കിക്കാണാം. ഒന്ന്, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ സൃഷ്ടി പശ്ചിമേഷ്യയിൽ സൃഷ്ടിച്ച സംഘർഷങ്ങളുടെ ചരിത്രപരമായ വീക്ഷണത്തിലൂടെ. 2, ഇറാനിലെ ബ്രിട്ടീഷ് അമേരിക്കൻ അട്ടിമറികളും അതുവഴി സംജാതമായ അരക്ഷിതാവസ്ഥയുടെ ചരിത്രത്തിലൂടെ. ആദ്യം ഇസ്രായേലിന്റെ ചരിത്രത്തിലൂടെയുള്ള പെർസ്പെക്റ്റീവ് നോക്കാം. നോക്കൂ, 1ാം ലോക മഹായുദ്ധത്തിനിടെ 1915-നും 1917-നും ഇടയിൽ 3 കൂട്ടർക്കാണ് ബ്രിട്ടൻ ഇന്ന് ഇസ്രായേൽ നിലനിൽക്കുന്ന ആ പ്രദേശം ഓഫർ ചെയ്തത്. 1915-ൽ ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ മെക്കയിലെ എമിർ ഹുസൈൻ ഇബൻ അലിയുടെ നേതൃത്വത്തിൽ അറബ് പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി ബ്രിട്ടൻ ഈ പ്രദേശം അറബ് ഗ്രൂപ്പിന് ഓഫർ ചെയ്തു. അന്ന് ഈജിപ്തിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ആയിരുന്ന എറിക് മക്മോഹൻ വഴിയാണ് ഈ ഉറപ്പ് നൽകിയത്. ആഗോള മുസ്ലിം സമൂഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ അകമഴിഞ്ഞ് പിന്തുണച്ചിരുന്ന കാലമായിരുന്നു എന്ന് ഓർക്കണം. ഇതിനും 2 വർഷങ്ങൾക്ക് ശേഷമാണ് തുർക്കി ഖലീഫ സ്ഥാനഭ്രഷ്ടനാവുന്നതും മുസ്ലിം സമൂഹം ബ്രിട്ടനെതിരാവുന്നതും. എന്നിട്ടും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനം ഉറപ്പായി കഴിഞ്ഞപ്പോൾ അതേ പ്രദേശം അവർ സ്കൈസ് പൈക്കോട്ട് കരാർ വഴി ഫ്രാൻസിന് ഓഫർ ചെയ്തു. അങ്ങനെ വൃത്തിയായി അറബികളെ പറ്റിച്ചു. അതും കഴിഞ്ഞ് 1917-ൽ അതേ സ്ഥലം ബാൽഫോർ ഡിക്ലറേഷൻ വഴി അവർ ജൂതന്മാർക്ക് ഓഫർ ചെയ്തുകൊണ്ട് വൃത്തിയായി ഫ്രാൻസിനെയും വഞ്ചിച്ചു. ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആർതർ ബാൽഫോർ റോത്ത്ഷീൽഡിന് അയച്ച ഒരു കത്താണ് ഈ ബാൽഫോർ ഡിക്ലറേഷൻ എന്നോർക്കണം. അല്ലാതെ ഏതെങ്കിലും അന്താരാഷ്ട്ര നെഗോസിയേഷനിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഉടമ്പടിയൊന്നുമല്ല, വെറും ഒരു കത്താണ്. ഒരു ബാങ്കറായ ഈ റോത്ത്ഷീൽഡിനോട് ഇന്ന പ്രദേശം ജൂതർക്ക് കൊടുത്തു കളയാമെന്ന് ബ്രിട്ടീഷ് ഭരണ സംവിധാനം ഈ കത്തയച്ചറിയിക്കേണ്ട കാര്യം എന്താണ്? ഇതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, അവിടെ ഇസ്രായേൽ രാജ്യം നിലവിൽ വരിക എന്നത് റോത്ത്ഷീൽഡിന്റെ അജണ്ടയായിരുന്നു. അല്ലാതെ ഒരു ബാങ്കറായ റോത്ത്ഷീൽഡിനെ കത്തയച്ചറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ബ്രിട്ടന്റെ സമ്പൂർണ്ണ സാമ്പത്തിക നിയന്ത്രണം അന്നും ഇന്നും റോത്ത്ഷീൽഡിന്റെ ബാങ്കിംഗ് നെറ്റ്വർക്കിന്റെ കൈപ്പിടിയിലായിരുന്നു എന്നും കൂടെ ഓർക്കണം. അഥവാ ഡീപ് സ്റ്റേറ്റ് അജണ്ടയായിരുന്നു ഈ ഇസ്രായേൽ ഫോർമേഷൻ എന്ന നിഗമനം ഒട്ടും അസ്ഥാനത്തല്ല. മുൻപത്തെ 2 കരാറുകൾ റദ്ദായി പോയതും ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. നമ്മുടെ മുൻ എപ്പിസോഡുകൾ കണ്ടവർക്കറിയാം എങ്ങനെയാണ് റോത്ത്ഷീൽഡ് ബ്രിട്ടനിൽ രാജാവിനേക്കാൾ വലിയ അധികാരിയായത് എന്ന്. അപ്പോൾ പിന്നെ യൂറോപ്പിൽ റോത്ത്ഷീൽഡിന്റെ അല്ലാതെ വേറെ ആരുടെ അജണ്ട നടക്കാനാണ്? അറബികൾക്കും ഫ്രാൻസിനും ജൂതന്മാർക്കും ഈ ഓഫറുകൾ വെക്കുമ്പോഴൊന്നും ഈ പ്രദേശം ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ അല്ലായിരുന്നു എന്ന് ഓർക്കണം. വല്ലവന്റെ മണ്ണാണ് സായിപ്പ് ഓരോരുത്തർക്ക് കൊടുക്കാമെന്ന ഓഫർ വെച്ച് അവരെ കൊണ്ടെല്ലാം സ്വന്തം കാര്യം നടത്തിയെടുത്തത്. സംഭവം ജൂതരുടെ വാഗ്ദത്ത ഭൂമിയൊക്കെയാണ്. ജൂതർ സഹസ്രാബ്ദങ്ങളായി പലായനം ചെയ്തവരായി അലയുന്നവരായിരുന്നു. ഭാരതം ഒഴികെ ചെന്നിടത്തെല്ലാം പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ വാഗ്ദത്ത ഭൂമി നൽകേണ്ടത് ധാർമ്മികമായ നൈതികതയാണ് എന്നതിൽ തർക്കമൊന്നുമില്ല, 100% അംഗീകരിക്കുന്നു. എന്നാൽ ആ ധാർമ്മികമായ നീതിബോധം കൊണ്ടോ സഹസ്രാബ്ദങ്ങളായി അലഞ്ഞു തിരിയുന്ന ഒരു സമൂഹത്തോടുള്ള മനസ്സരിവ് കൊണ്ടോ മാത്രമാണ് ബ്രിട്ടീഷ് മാൻഡേറ്റ് വഴി ജൂതർക്ക് ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാക്കി കൊടുത്തത് എന്ന് വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കരാണോ നമ്മൾ? അല്ല, അങ്ങനെ ആയിക്കൂടാ. നോക്കൂ, ഇപ്പറയുന്ന റോത്ത്ഷീൽഡ് ഒരു ജൂതനാണ്. എന്നാൽ അയാൾ ജെറുസലേമിലെ പരമ്പരാഗത ജൂതന്റെ പിന്മുറക്കാരനല്ല എന്ന് നമ്മൾ വിശദമായി തന്നെ മുൻപൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ 9ാം നൂറ്റാണ്ടിൽ റഷ്യൻ രാജാവ് അടിച്ചമർത്തിയ കസാരീനുകൾ എന്ന കൊള്ളക്കാരുടെ ഗോത്രത്തിന്റെ പിന്മുറക്കാരനാണ്. യുദ്ധത്തിൽ തോറ്റ ശേഷം വാൾമുനയിൽ തങ്ങളുടെ പൈശാചിക മതം ഉപേക്ഷിച്ച് ജൂതമതം സ്വീകരിക്കേണ്ടി വന്നവരാണ്.
അതുകൊണ്ട് യഥാർത്ഥ ജൂതരോട് അയാൾക്ക് വലിയ പ്രതിബദ്ധത കാണുമെന്ന് ധരിക്കാൻ തരമില്ല. ഈ പശ്ചാത്തലത്തിൽ ഇനി പറയാൻ പോകുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു നിഗമനമാണ്. നോക്കൂ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടെ കൈകൊണ്ട് ഏകദേശം 6 മില്യൺ ജൂതരാണ് കൊല്ലപ്പെട്ടത്. അതിൽ സിംഹഭാഗവും ഈ ജെറുസലേമിന്റെ നേരവകാശികളായ യഥാർത്ഥ ജൂതരായിരിക്കാനാണ് സാധ്യത. അല്ലാതെ 9-ാം നൂറ്റാണ്ടിൽ ഈ ജൂതരായി മാറിയ കസാരിയനുകളുടെ പിന്മുറക്കാർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഹിറ്റ്ലറെയും അയാളുടെ നാസി പാർട്ടിയെയും ഉയർത്തിക്കൊണ്ടുവന്നതും 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം നിരായുധീകരിക്കപ്പെട്ട ജർമ്മനിക്ക് സൈനിക ശേഷി ആർജിക്കാൻ വേണ്ട ഉദാരമായ ഫണ്ടിംഗ് നൽകിയതും എല്ലാം വാൾസ്ട്രീറ്റ് ആണ്, അമേരിക്കൻ വാൾസ്ട്രീറ്റ്. ഈ റോഡ്ഷീൽഡ് എന്ന ജൂതൻ അറിയാതെ ഈ വാൾസ്ട്രീറ്റിൽ ഒരു ഇല പോലും അനങ്ങില്ല. ഹിറ്റ്ലർ മില്യൺ കണക്കിന് ജൂതരെ കൊന്നൊടുക്കുമ്പോഴും വാൾസ്ട്രീറ്റിലെ സോക്കോൾഡ് ജൂതന്മാർ ഹിറ്റ്ലർക്ക് നിർബാധം ഫണ്ടിങ് തുടർന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഹിറ്റ്ലർ എന്ന ഒരു ആന്റി തീസിസ് വഴി ആഗോളതലത്തിൽ ജൂതർക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുകയും ജൂതർക്ക് വേണ്ടി ഇസ്രായേൽ രാജ്യം എന്ന ആവശ്യത്തിന് ഒരു സ്വീകാര്യത നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം 6 ദശലക്ഷത്തിൽ പരം യഥാർത്ഥ ജൂതർ ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്തു. ഈ നിഗമനം ശരിയാണെങ്കിൽ ഇന്ന് ഇസ്രായേലിൽ ആർക്കായിരിക്കും മേൽക്കൈ? 9-ാം നൂറ്റാണ്ടിൽ ജൂതരായി മാറിയ കസാരിയൻ മാഫിയയ്ക്ക് തന്നെ ആവണമല്ലോ. അതായത് റോഡ്ഷീൽഡിന്റെ സിൽബന്ദികൾക്ക് തന്നെ. ഒന്ന് യുക്തിപൂർവ്വം ആലോചിച്ചു നോക്കൂ. ആരാണ് ഇത്രയധികം യുദ്ധങ്ങൾ ചെയ്തിട്ടും ഇസ്രായേൽ എന്ന ഈ കുഞ്ഞു രാജ്യത്തിന് ഇന്നും നിർബാധം വളരാനും വീണ്ടും വീണ്ടും വൻ യുദ്ധങ്ങൾ നടത്താനും വേണ്ട വിഭവശേഷി നൽകുന്നത്? ഇതിനു വേണ്ട ട്രില്യൺ കണക്കിന് ഡോളർ മുഴുവനായും ജൂതർ പണിയെടുത്തുണ്ടാക്കിയതാണ് എന്ന നിഷ്കളങ്കത്വം മാറ്റിവെക്കേണ്ട സമയമായി. കസാരിയൻ സിൻഡിക്കേറ്റ് തന്നെ ആയിരിക്കും ഫണ്ടിങ്. അതായത് ഇന്നത്തെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്, പണ്ടത്തെ ബ്രിട്ടീഷ് ഡീപ് സ്റ്റേറ്റ്. ഓർക്കണം, ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കാനുള്ള ഫണ്ടിങ്ങിന് ഗോൾഡ മേയർ നേരെ പോയതും ഇതേ അമേരിക്കയിലേക്കാണ്. ആ ഒരൊറ്റ യാത്ര കൊണ്ട് അവിശ്വസനീയമാം വിധം ഭീമമായ തുകയാണ് അവർ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അമേരിക്കയിൽ നിന്ന് സമാഹരിച്ചത്. ജൂതരെ കൊല്ലിച്ച അതേ അമേരിക്കൻ ഫണ്ടർമാരുടെ പണം. അതുപോലെ 1965 അമേരിക്കയിൽ നിന്ന് ഓപ്പറേഷൻ അപ്പോളോ അഫയേഴ്സ് വഴി സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇസ്രായേലിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ അവർക്ക് അമേരിക്കയ്ക്കുള്ളിൽ നിന്നുള്ള ഇന്റേണൽ സപ്പോർട്ട് എങ്ങനെ കിട്ടി? അന്ന് കൗമാരദശയിൽ നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ. CIA-യും FBI-യും ഇക്കണ്ട കാലം അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത്രയും മനസ്സിലായി കഴിഞ്ഞെങ്കിൽ ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്രായേലിനെ അവിടെ കൊണ്ട് സ്ഥാപിച്ച ബ്രിട്ടീഷ് മാൻഡേറ്റ് കേവലം ജൂതരോടുള്ള ധാർമ്മിക ബോധം കൊണ്ടുണ്ടായ ഒന്നാണോ? ഡീപ് സ്റ്റേറ്റ് അന്നേ ഭാഗ്യവെച്ച 3-ാം ലോക മഹായുദ്ധത്തിനുള്ള വിത്തായിരുന്നു ഇസ്രായേൽ രാഷ്ട്രസ്ഥാപനം. റഷ്യ ഉക്രൈൻ സംഘർഷം പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം പിന്നീട് വീണ് കിട്ടിയ വെടിമരുന്നുകളാണ്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം 1-ാം ലോക മഹായുദ്ധത്തിന്റെയും 2-ാം ലോക മഹായുദ്ധത്തിന്റെയും ചരിത്രങ്ങൾ ഒന്നുകൂടി ഉരുക്കഴിച്ചു നോക്കുക. പുതിയൊരു ചിത്രം തെളിഞ്ഞു വരും. ആ ചിത്രത്തിൽ 3-ാം ലോക മഹായുദ്ധത്തിലേക്കുള്ള റൂട്ട് മാപ്പും കാണാം. ഇത്രയും ഇസ്രായേലിനെ പറ്റി. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഇറാന്റെ പെർസ്പെക്റ്റീവ് നോക്കാം. ഇറാനിലെ ഇപ്പോഴത്തെ അരക്ഷിതാവസ്ഥയുടെ ചരിത്രം. 1951 ഇറാന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസദേഖ് ഇറാനിലെ ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി ദേശസാൽക്കരിച്ചു, നാഷണലൈസ് ചെയ്തു. അതോടെ ഇറാനിയൻ എണ്ണ വ്യവസായത്തിന് മേലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ആധിപത്യം അവസാനിച്ചു. അതെ, വീണ്ടും ബ്രിട്ടൻ. പ്രതികാര നടപടിയായി ബ്രിട്ടൻ ഇറാനുമായുള്ള മുഴുവൻ വ്യാപാര ബന്ധങ്ങളും വിച്ഛേദിച്ചു. നയതന്ത്ര നടപടികൾ വഴി ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തി. എന്നാൽ ഇതുകൊണ്ടൊന്നും മൊസദേഖിനെ അധികാരഭ്രഷ്ടനാക്കാൻ സാധിച്ചില്ല. ബ്രിട്ടൻ അമേരിക്കയെ സമീപിച്ചു. അമേരിക്കയെ സമീപിക്കുക എന്നാൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ സമീപിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മൊസദേഖിന് കീഴിൽ ഇറാൻ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാകാൻ പോവുകയാണ് എന്നൊരു നറേറ്റീവ് പാശ്ചാത്യ ലോകമാകെ പ്രചരിപ്പിച്ചു. അമേരിക്ക സോവിയറ്റ് ശീതയുദ്ധം നിലനിന്നിരുന്ന ആ കാലത്ത് ഒരു പശ്ചിമേഷ്യൻ രാജ്യം കൂടി കമ്മ്യൂണിസത്തിലേക്ക് നീങ്ങുന്നത് കേട്ടാൽ അമേരിക്ക ചാടി വീഴുമെന്നാണ് ബ്രിട്ടൻ കണക്കൂട്ടിയത്. എന്നാൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാന്റെ ഭാഗത്തു നിന്ന് തണുപ്പൻ പ്രതികരണമാണ് ലഭിച്ചത്. പക്ഷേ തുടർന്ന് 1953 പ്രസിഡന്റായ ഐസൻ ഹോവർ ഇറാനെതിരെ നടപടിക്ക് പച്ചക്കൊടി കാട്ടി. അങ്ങനെ അമേരിക്കൻ ചാരസംഘടനയായ CIA-യും ബ്രിട്ടീഷ് ചാരസംഘടനയായ MI6-ഉം ചേർന്ന് ഇറാനിൽ രാഷ്ട്രീയ അട്ടിമറി നടത്താൻ പദ്ധതിയൊരുക്കി. ഓപ്പറേഷൻ അജാക്സ് എന്നായിരുന്നു പദ്ധതിയുടെ പേര്. CIA-യും MI6-ഉം ഇറാനിലെ പത്രപ്രവർത്തകരെ വിലക്കെടുത്തു, മതനേതാക്കളെ വിലക്കെടുത്തു, സേനാ മേധാവികളെ വിലക്കെടുത്തു. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം തെരുവിൽ കലാപങ്ങൾ അരങ്ങേറി. മൊസദേഖ് കമ്മ്യൂണിസ്റ്റ് ആണെന്നും ഇസ്ലാമിനെതിരാണ് എന്നും പ്രൊപ്പഗാൻഡ അടിച്ചിറക്കി. അന്നത്തെ ഇറാൻ പ്രസിഡന്റ് ഷാ മുഹമ്മദ് റസ പഹ്ലവിയെ കൊണ്ട് മൊസദേഖ് സർക്കാരിനെ പിരിച്ചുവിടാൻ സമ്മർദ്ദം ചെലുത്തി. ആദ്യത്തെ അട്ടിമറി ശ്രമം എന്തായാലും പരാജയപ്പെട്ടു. CIA MI6 ഗൂഢപദ്ധതിക്കൊപ്പം നിന്ന പ്രസിഡന്റ് ഷാ റസ പഹ്ലവിക്ക് റോമിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. എന്നാൽ രണ്ടാം അട്ടിമറി ശ്രമം വിജയം കണ്ടു. 1953 ഓഗസ്റ്റ് 19 മൊസദേഖ് ഭരണകൂടം വീണു. തുടർന്ന് മൊസദേഖ് മരണം വരെ വീട്ടുതടങ്കലിൽ അടയ്ക്കപ്പെട്ടു.
അതോടെ റോമിലേക്ക് പലായനം ചെയ്ത റാസ പെഹ്ലാവി ഇറാനിൽ തിരിച്ചെത്തി അമേരിക്കയുടെ പാവ സർക്കാരിന് നേതൃത്വം നൽകിക്കൊണ്ട് 26 വർഷം ഏകാധിപതിയായി ഭരിച്ചു. ഈ കാലഘട്ടത്തിൽ അമേരിക്കൻ ഇടപെടലിനെതിരെയും ഷാ പെഹ്ലാവിക്കെതിരെയും ഉയർന്ന പ്രതിഷേധങ്ങളെ നിർദ്ദയം അടിച്ചമർത്താൻ വേണ്ടി സവാക് എന്ന ഒരു രഹസ്യ പോലീസ് സംവിധാനം രൂപീകരിക്കപ്പെട്ടു. ഈ രഹസ്യ സംഘത്തെ രൂപീകരിക്കാൻ ഷാ പെഹ്ലാവിയെ സഹായിച്ചത് CIA-യും മൊസാദുമാണ്. അതെ, ഇസ്രായേലിന്റെ മൊസാദ്. ഈ കാലഘട്ടത്തിലാണ് ഇറാനിൽ ഇസ്ലാമിക വിമത ശക്തികൾ കരുത്താർജിക്കുന്നത്. അത് പിന്നീട് 1979 ഇസ്ലാമിക അട്ടിമറിയിലേക്ക് നയിച്ചു. നോക്കൂ, ഇസ്രായേൽ എന്ന രാജ്യത്തെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് ബ്രിട്ടൻ. ഫലം ആ പ്രദേശത്തെ അരക്ഷിതാവസ്ഥ. ഇറാനിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചതും അതേ ബ്രിട്ടൻ തന്നെ. ആദ്യം പറഞ്ഞ ജെഫ്രി സാഷ് എന്ന ഇക്കണോമിസ്റ്റ് പറഞ്ഞത് എത്ര ശരി. ഓൾ പ്രോബ്ലംസ് ഇൻ ദ വേൾഡ് ഗോ ബാക്ക് ടു ദ ബ്രിട്ടീഷ്. ഇറാൻ ഒരു ഇസ്ലാമിക പിന്തിരിപ്പൻ രാജ്യമായതിന് കാരണമായ പെഹ്ലാവിയുടെ പാവ സർക്കാരിന് പിന്നിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മുതൽ ഇസ്രായേലിന്റെ വരെ കൈകളുണ്ട് എന്ന് വ്യക്തമായില്ലേ? ഇന്ന് ഇതേ ഇസ്ലാമിക ഭരണം ലോകത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് ആക്രമണം അഴിച്ചുവിടുന്നത് അതേ ഇസ്രായേൽ, അതേ അമേരിക്ക, അതേ ബ്രിട്ടൻ. ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്തോട് ഭാരതത്തിന് പ്രത്യേകിച്ചൊരു മമതയൊന്നും ഉണ്ടാവേണ്ട യാതൊരു കാര്യവുമില്ല. അന്ധമായി എതിർക്കേണ്ട കാര്യവുമില്ല. അവരെന്നും കാണിച്ചിട്ടുള്ള സൗഹൃദം അവർക്ക് ഭാരതത്തെ ആവശ്യമുള്ളതുകൊണ്ടാണ്. നമുക്ക് തിരിച്ചും അത്രയൊക്കെ വേണ്ടൂ. എന്നാൽ ഇസ്രായേലിനോട് പല ഭാരതീയർക്കും അതിരുവിട്ട ആരാധനയുണ്ട് എന്നത് വസ്തുതയാണ്. എപ്രകാരമാണോ അമേരിക്കയും ഏതാനും ഇസ്ലാമിക ഭരണകൂടങ്ങളും വിശ്വസിക്കാൻ കൊള്ളാത്ത സംവിധാനങ്ങളാകുന്നത്, അപ്രകാരം തന്നെ ഒരു കയ്യകലത്തിൽ നിർത്തേണ്ട രാജ്യം തന്നെയാണ് ഇസ്രായേൽ. അമേരിക്കയുടെയും ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെയും അതേ എക്സ്പാൻഷനിസ്റ്റ് മോഹങ്ങൾ തന്നെയാണ് ഇസ്രായേലിനെയും നയിക്കുന്നത്. ഓർക്കണം, അമേരിക്കൻ യുദ്ധാനന്തരം അഫ്ഗാനിൽ ഉയർന്നു വന്ന താലിബാനും ഇറാഖിൽ ഉയർന്നു വന്ന ഐസിസും ഇന്നും ആ പ്രദേശങ്ങളിൽ നാശം വിതയ്ക്കുന്നുണ്ട്. ഒരു യുദ്ധം വഴി ഇറാനിൽ അമേരിക്കൻ പാവ സർക്കാർ നിലവിൽ വന്നാൽ അവിടെയും ഇത് തന്നെ ആവർത്തിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോഴീ അപകടമാണെന്ന് പറയുന്ന ഇറാനിയൻ ഭരണകൂടം പോലും ബ്രിട്ടീഷ് അമേരിക്കൻ പാവ സർക്കാരിന്റെ ഉൽപ്പന്നമാണല്ലോ. അപ്പോൾ ഇറാനും പാകിസ്ഥാനും വീണാൽ ആ വിധ്വംസക ശക്തികൾ വന്നു നിൽക്കാൻ പോകുന്നത് നമ്മുടെ അതിർത്തിയിലാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഇറാന് ശേഷം തങ്ങളുടെ അടുത്ത ലക്ഷ്യം പാകിസ്ഥാനാണ് എന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന. Mission that we have is to prevent a militant Islamic regime from meeting up with nuclear weapons or from nuclear weapons meeting up with a militant Islamic regime. The first is called Iran. The second is called Pakistan, because if these radical regimes have nuclear weapons, they will not obey the rules that have been obeyed in the last almost 7 decades. അഖണ്ഡ ഭാരതം സ്വപ്നം കാണുന്ന ഒരു ഭാരതീയനെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രകോപനപരമാകേണ്ട ഒരു പ്രസ്താവനയാണിത്. പ്രകോപനം ഉണ്ടായോ എന്ന് സംശയമാണ്. എന്തായാലും എപ്രകാരമാണോ പാക് അധീന കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാകുന്നത്, അപ്രകാരം തന്നെ അന്യായമായി വിഭജിക്കപ്പെട്ട പാകിസ്ഥാനും ബംഗ്ലാദേശും ഭാരതത്തിന്റെ മണ്ണ് തന്നെയാണ്, അഥവാ ഭാരതം തന്നെയാണ്. അവരുമായി നമ്മൾക്കുള്ള കോൺഫ്ലിക്റ്റുകൾ പോലെയല്ല പുറത്തു നിന്നൊരു രാജ്യം ആക്രമിക്കുന്നത്. ഈ ആക്രമണങ്ങളുടെ ഒന്നും ലക്ഷ്യം ആണവായുധമല്ല, മറിച്ച് യൂറേഷ്യൻ മേഖല അഥവാ യൂറോപ്പും ഏഷ്യയും ചേർന്ന പ്രദേശം ഡീപ് സ്റ്റേറ്റിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന് അല്പം ജിയോ പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും. അതിനായി അവർക്ക് ഏഷ്യയിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ഇസ്രായേൽ. റഷ്യയെയും ഭാരതത്തെയും ചൈനയെയും മെരുക്കാനുള്ള ഒരു ബേസാണ് ഇറാൻ. ഇങ്ങനെ പല വഴിക്കും യൂറേഷ്യയും മൊത്തം കാൽക്കീഴിൽ കൊണ്ടുവരാനായി അവർ രൂപപ്പെടുത്തിയ സീക്രട്ട് സൊസൈറ്റി ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സംഘടനയാണ് റോക്കഫെല്ലറും സിബിഗ്ന്യൂ ബ്രസൻസ്കിയും കൂടി ആരംഭിച്ച ട്രൈലാറ്ററൽ കമ്മീഷൻ. ഈ ട്രൈലാറ്ററൽ കമ്മീഷനെ കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ കേൾക്കുന്ന വാർത്തകളോ പറന്നു നടക്കുന്ന നറേറ്റീവുകളോ അല്ല യാഥാർത്ഥ്യങ്ങൾ. നമ്മൾ ഭാരതീയർക്ക് അൺകണ്ടീഷണലായി ആശ്രയിക്കാനോ അങ്ങോട്ട് ചെന്ന് പിന്തുണയ്ക്കാനോ കൊള്ളാവുന്ന രാജ്യങ്ങൾ ഒന്നും തന്നെ ഈ ഭൂമുഖത്തില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. നമ്മൾ കരുത്താർജിക്കുന്നത് കൊണ്ട് നമ്മളിലെ സാധ്യതകൾ കണ്ട് നമ്മുടെ കൂടെ വരുന്നവരേ ഉള്ളൂ. ആ സാധ്യതകളിലേക്ക് ആക്സസ് ലഭിക്കാതെ വരുമ്പോൾ എതിർക്കുന്നവരും. നമസ്കാരം.